സുഭാഷിതങ്ങൾ 23:18. ഞാൻ ചൊല്ലിത്തരാൻ നിങ്ങളങ്ങ് ഏറ്റിയല്ല മാത്രം മതി. സുഭാഷിതങ്ങൾ 23:18. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. മറക്കരുത്. ഏതാണ്? സുഭാഷിതങ്ങൾ 23:18. ഒന്നുകൂടെ അത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റിയല്ലണം. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. അത് വചനമാണ്. എന്താണ് വചനം? നിന്റെ ഒരു പ്രതീക്ഷയുണ്ടല്ലേ, ആ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഭംഗം നേരിടത്തില്ല. ഒരു ഭാവി നിനക്കുണ്ട് എന്നാണ് വചനം പറയുന്നത് അല്ലേ? ഒരു ഭാവി. ആ ഭാവിയെക്കുറിച്ചിട്ട് വേറൊരിടത്ത് വചനം പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജെറമ്യ 29:11. എന്താണ്? നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അതെ, എന്ത് പദ്ധതിയാണ്? നിന്റെ നാശത്തിനുള്ളതല്ല, പിന്നെയോ ക്ഷേമത്തിനുള്ള ഒരു പദ്ധതി ദൈവത്തിന് നിന്നെക്കുറിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ വചനം പറയുന്നത്. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളെക്കുറിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതാണ് എന്ത്? എൻ്റെ ഭാവി. ഞാനുണ്ടാക്കിയതല്ല, ദൈവത്തിന് എന്നെക്കുറിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് എന്ത്? എൻ്റെ ഭാവി. അതിനൊരിക്കലും ഭംഗം നേരിടുകയില്ല. ഇനി നമ്മൾ ഇന്ന് ഒരു വചനം കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് റോമ 8:28. ദൈവത്തെ ഈ വചനമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് നമ്മൾ കൂടുതലും സ്ട്രെസ് കൊടുക്കുന്ന ഭാഗം ഏതാണ് എന്ന് ശ്രദ്ധിച്ചേ. വചനം ഏതാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമ്മൾ അതിൽ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് ഇതിനകത്തുള്ള വാക്ക് ഏതാണ്? എല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അതാണ് ദൈവം. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിനക്ക് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എല്ലാം നന്മയ്ക്കായി ദൈവം എന്ത് ചെയ്യുന്നു? പരിണമിപ്പിക്കുന്നു എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആർക്കാണ് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത്? അതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവം ആർക്കാണ് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത്? ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതാണെന്ത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിച്ചാലേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി പരിണമിപ്പിക്കും. ആർക്കേ ഉള്ളൂ? ദൈവത്തെ സ്നേഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒന്നുകൂടെ കേട്ടെ, എൻ്റെ ജീവിതത്തിൽ എല്ലാം നന്മയായിട്ട് കിട്ടണം, അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നന്മയും വേണം, അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. അത് ശരിയാണോ? അല്ല. ഒരു വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ, നരകത്തെ പേടിച്ചിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ ഞാൻ നരകത്തിൽ പൊക്കോട്ടെ എന്നാണ്. ഇനി സ്വർഗത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് സ്നേഹിക്കുന്നതെങ്കിലും കാര്യമില്ലെന്ന് പറയും. ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി തന്നെ ഈശോയെ സ്നേഹിക്കണം. വേറൊരു ലക്ഷ്യവും അതിൻ്റെ മുന്നിലുണ്ടാവാൻ പാടില്ലെന്നുള്ളതാണ്. അങ്ങനെ ഈശോയെ സ്നേഹിക്കുന്നവർക്കാണ് എന്ത് തരുന്നത്? തൻ്റെ പദ്ധതി ദൈവം നമ്മുടെ ജീവിതത്തിലെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഈശോയെ സ്നേഹിക്കാനായിട്ടുള്ളൊരു കൃപ എനിക്ക് വേണം. അതാണ് ഇതിൻ്റെ എല്ലാം മർമ്മം. ഈശോയോടുള്ള സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്യത്തിൽ ഈശോയോടുള്ള സ്നേഹമാണ്. ഈശോയുടെ സ്നേഹം ഉണ്ടെങ്കിൽ
അവൻ ഏത് പ്രലോഭനങ്ങളെയും അതിജീവിക്കും. എത്ര പിണക്കമുള്ളവരോടും അവൻ ക്ഷമിക്കും. കാരണം അവനെ അതിന് പ്രേരിപ്പിക്കുന്നത് ഈശോയോടുള്ള സ്നേഹമാണ്. ഈശോയോടുള്ള സ്നേഹമാണ് ജീവിത വിശുദ്ധി എന്ന് പറയുന്നത്. ഈശോയോടുള്ള സ്നേഹമാണ് ആത്മീയത എന്ന് പറയുന്നത്. നമുക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് ഈശോയോടുള്ള സ്നേഹം. മറ്റെല്ലാറ്റിനെക്കാട്ടിലും ഉപരി ദൈവത്തെ സ്നേഹിക്കണം. അത് പഴയ നിയമത്തിലും ഇതേ വചനമുണ്ട്, പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ. എല്ലാ നിയമങ്ങളെക്കാട്ടിലും ഉപരിയായി ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. എന്ത്? ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ ഒന്നാം പ്രമാണം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതല്ല. ഈശോ പറയുന്നതാണ് അങ്ങനെ ഉള്ളവർക്കേ ഇത് പറ്റുള്ളൂ അല്ലേ. എന്ത് ചെയ്യണം? എല്ലാറ്റിനും ഉപരിയായി എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ ഈശോയെ സ്നേഹിക്കണം. പത്രോസിനോട് ഈശോ ചോദിക്കുന്നുണ്ട് അല്ലേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. ഈശോയുടെ സ്നേഹം വേണം നമ്മുടെ അകത്ത്. അപ്പം നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്, ഈശോയെ നിന്നോടുള്ളൊരു സ്നേഹം എൻ്റെ അകത്ത് നിറയ്ക്കണം. അപ്പോൾ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നാണെന്നറിയാമോ? ഈശോയോടുള്ളൊരു സ്നേഹം എൻ്റെ ജീവിതത്തിൽ തടസ്സം, എനിക്ക് പറ്റുന്നില്ല. സ്നേഹം ഒരു വൈകാരിക മേഖലയാണ് അല്ലേ, ഒരു ഇൻറ്റിമസിയാണ്, ഒരു അടുപ്പമാണ്. ഇതെനിക്ക് ഈശോയോട് വരുന്നില്ല, ഒരിടത്തും വരുന്നില്ല. കുർബാനയിലും വരുന്നില്ല, കുരിശുവരയിലും വരുന്നില്ല. അതല്ലാത്ത പ്രാർത്ഥന ഉണ്ടെങ്കിൽ പേഴ്സണൽ പ്രയർ എന്ന് പറയും അല്ലേ. ഈ പേഴ്സണൽ ആത്മീയമായ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയ്ക്കും എനിക്ക് ഈശോയോടൊരു സ്നേഹം വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? ഈശോയുടെ സ്നേഹം വരാത്തതിൻ്റെ പിന്നിലെ കാരണം ഞാൻ വേറെ എന്തിനെയോ സ്നേഹിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ വേറെ എന്തിനെയോ സ്നേഹിക്കുന്നുണ്ട് ഈശോയെക്കാട്ടിലും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല. കുറച്ച് ഈശോയുടെ സ്നേഹം എനിക്ക് വേണം, എനിക്ക് കുറച്ചെന്നാൽ മറ്റുള്ള സ്നേഹവും വേണം. അങ്ങനെ കരുതുന്നവർക്ക് എന്ത് പറ്റിയല്ല? ഈശോയോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു 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 ആമുഖമായിട്ട് പറഞ്ഞാണ്. ഞാൻ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് പറഞ്ഞെന്ന് മാത്രം. നമ്മൾ ഇന്ന് കുറച്ച് സമയം നമുക്കൊരു പെട്ടെന്ന് ഒരു 1-2-3 വചനങ്ങളിലൂടെ കടന്നു പോകാം. ഒന്നാമത്തെ വചനം ഇതാണ്, വെളിപാട് 1:3. വെളിപാട് 1:3 വിഷയത്തിലേക്ക് കിടക്കുകയാണ്. വെളിപാട് 1:3 ഈ പ്രവചനത്തിലെ വാക്ക് എടുക്കണേ, ബൈബിൾ ഉള്ളവരെടുക്കണം, ഇല്ലാത്തവർ അത് ഞാൻ പറയുന്നത് ഏറ്റില്ല, ഉള്ളവർ അത് നോക്കി വായിക്കണം. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം. ഇന്നത്തെ വചന വിരുന്നിലേക്ക് നമ്മുടെ അഭിമന്യ പിതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ പിതാവിനെ സ്വീകരിക്കാം. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ സൗഹൃദ കൂട്ടായ്മയെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അൽമായ സഹോദരങ്ങളാണ് ഈ ഞായറാഴ്ചത്തെ ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് ഒത്തിരി അഭിനന്ദനാർഹമാണ്. കാരണം എല്ലാ ഞായറാഴ്ചയിലും ഇതുപോലെ അനേകം മക്കൾ വന്ന് ദൈവവചന വിരുന്ന് ആസ്വദിക്കുന്ന ഈ കൂട്ടായ്മ ഏറ്റവും മനോഹരമായി നല്ല ചിട്ടയോടും അടുക്കോടും കൂടെ കൊണ്ടുപോകുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് അഭിനന്ദിക്കാം. ഏറ്റവും സ്നേഹത്തോടെ നമുക്കൊരിക്കൽ കൂടി കരങ്ങളടിച്ച് അഭിമന്യ പിതാവിനെ ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് അനുഗ്രഹ പ്രഭാഷണത്തിനായി നമുക്ക് സാദരം ക്ഷണിക്കാം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ ഞായറാഴ്ചയും തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികൾ ഒരുമിച്ച് കൂടി കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം മുഴുവനും ദൈവാരാധനയാക്കി മാറ്റേണ്ട വ്യക്തികളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ മാലാഖമാരുടെ പ്രാർത്ഥനയോട് ചേർത്ത് നമ്മളും ദൈവത്തെ ആരാധിക്കുകയാണ്. അതാണ് നമ്മുടെ ജീവിതം മുഴുവൻ ഒരു ആരാധനയാണ് എന്ന് പറയുന്നത്. നമ്മുടെ പരിശുദ്ധ കുർബാനയൊക്കെ അതിൻ്റെ ഏറ്റവും പരമമായ ഒരു അനുഭവമാണ്. മാലാഖമാരുടെ ആരാധനയിൽ
ദൈവപിതാവിനെ മലാഖമാർ ആരാധിക്കുന്നത്, അതിൽ പങ്കുചേരുകയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾക്ക് സ്നേഹം മാത്രം നൽകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതാണ് നമ്മുടെ ആരാധനയുടെ ഒരു പ്രത്യേകമായ വൈശിഷ്ട്യവും. നമ്മളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല, മറിച്ച് നമ്മളെ സ്നേഹിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവത്തെയാണ്. പഴയ നിയമവും പുതിയ നിയമവും, പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും നമ്മുടെ എല്ലാവരുടെയും ചിന്തകളിലുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമാണ് പുതിയ നിയമം പല കാരണങ്ങൾ കൊണ്ടും. പഴയ നിയമത്തിൻ്റെ തുടർച്ചയാണ് പുതിയ നിയമം എന്ന് പറയുമ്പോഴും പഴയ നിയമത്തിലെ ധാർമ്മികതയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പുതിയ നിയമത്തിലെ ധാർമ്മികത. പഴയ നിയമത്തിൽ ശിക്ഷകളുണ്ട്. പഴയ ഉടമ്പടി, ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കൽപ്പനകൾ പാലിക്കണം, കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും എന്നുള്ളതാണ്. അവിടെ രണ്ട് ഭാഗത്തു നിന്നും വ്യവസ്ഥകളുണ്ട്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം നമ്മളെ സ്വന്തം ജനമായിട്ട് കരുതും, നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ കൽപ്പനകൾ അനുസരിക്കണം. അതുകൊണ്ടാണ് 10 കൽപ്പനകൾക്കൊക്കെ വലിയ പ്രാധാന്യം പഴയ നിയമത്തിൽ കടന്നു വരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ദൈവത്തിന് പ്രതീക്ഷകളൊന്നുമില്ല എന്നുള്ളതാണ് നമ്മളെപ്പോലും വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മളിൽ നിന്ന് അവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ രക്ഷിക്കാൻ ദൈവം തന്നെ തീരുമാനിക്കുകയാണ്. നമ്മളെ സ്നേഹിക്കാൻ കർത്താവ് തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് മനുഷ്യനായി അവതരിക്കുന്നു, അവിടുന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് പുതിയൊരു വെളിപാടായി നമ്മുടെ പാപങ്ങളൊന്നും നമുക്കെതിരെ പരിഗണിക്കുകയില്ല എന്നുള്ള വലിയ വെളിപാട് നമ്മുടെ കർത്താവ് നമുക്കായിട്ട് നൽകുന്നു. അതുതന്നെ ഒരു വലിയ വിമോചനമാണ്, വലിയ രക്ഷയാണ്. അങ്ങനെ പുതിയ ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് വ്യവസ്ഥകളില്ലാത്ത സ്നേഹം പിതാവായ ദൈവം നമുക്കായിട്ട് നൽകുന്നു, പുത്രനെ തന്നെ നൽകുന്നു. പകരം നമ്മളിൽ നിന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നതായിട്ട് പറയുന്നില്ല. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന വ്യക്തികളൊക്കെ പാപം ചെയ്തവരാണെങ്കിലും അവരെല്ലാം സ്നേഹത്തിൻ്റെ ഒരനുഭവത്തിൽ അവരെയെല്ലാം സ്വന്തമാക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ, നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ, നമ്മുടെ ആധുനിക ചിന്തയിൽ ഉയരുന്ന ഒരു ചോദ്യം, പുത്രൻ്റെ രക്തം കണ്ടാൽ മാത്രമേ പിതാവ് സംതൃപ്തനാകുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ എഴുതിയ ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി എന്ന പുസ്തകത്തിൽ അദ്ദേഹവും ഇതേ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അതിനൊരു ഉത്തരം കൊടുക്കുന്നുണ്ട്. രക്തദാഹിയായ ഒരു പിതാവായിരുന്നോ പിതാവായ ദൈവം? പുത്രൻ്റെ ബലി അത്യാവശ്യമായത്, പുത്രൻ തൻ്റെ ശരീരം ബലിയർപ്പിച്ചാൽ മാത്രമേ മനുഷ്യകുലത്തോട് ക്ഷമിക്കാൻ കർത്താവിന് സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഉത്തരം ഒരിക്കലും അങ്ങനെയല്ല. മനുഷ്യനെ രക്ഷിക്കാനുള്ളൊരു തീരുമാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂടിയാണ്. അതിനുവേണ്ടി മനുഷ്യനായി അവതരിക്കാൻ പുത്രൻ തയ്യാറായി, പുത്രൻ മനുഷ്യ രൂപമെടുത്തു, നമുക്ക് വേണ്ടി ജീവിച്ചു. അതിലൂടെ ദൈവപിതാവ് നൽകുന്ന ഒരു സന്ദേശം, നിങ്ങൾ പാപം ചെയ്ത് പാപത്തിൽ നിങ്ങൾ കുന്നുകൂട്ടിയാലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പാപങ്ങളൊന്നും പരിഗണിക്കുകയില്ല. അതൊരു വലിയ വെളിപാടാണ്. കാരണം ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ രക്ഷയുടെ സന്ദേശം, നിങ്ങളിങ്ങനെ എന്നെ പ്രീതിപ്പെടുത്താനായിട്ട് നിങ്ങൾ മെനക്കെടേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളെ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ സ്നേഹത്തിനൊന്നും കുറവില്ല എന്നുള്ളതാണ്. അതാണ് ഈ അതിരുകളില്ലാത്ത സ്നേഹമെന്നൊക്കെ നമ്മൾ പാടുന്നതിൻ്റെ ഒരർത്ഥം. നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ദൈവം നമ്മളെ രക്ഷിച്ചതെന്ന് ചോദിച്ചാൽ,
പാപത്തിൻ്റെ ഭാരത്തിൽ ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്തി ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന ജനതയ്ക്ക് ദൈവം കൊടുക്കുന്ന സന്ദേശം, നിങ്ങളുടെ പാപങ്ങളൊന്നും നിങ്ങൾക്കെതിരെ ഞാൻ പരിഗണിക്കുന്നില്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ രക്ഷിക്കുവാനായി ഞാനിതാ മനുഷ്യനായി അവതരിച്ച് കുരിശോളം ദൈവപിതാവിന് കീഴ്വഴങ്ങി ഏറ്റവും എളിമയോടെ, വാത്സല്യത്തോടെ, സ്നേഹത്തോടെ തൻ്റെ ജീവൻ വെടിയുകയാണ്. അത് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണ് എന്നുള്ളതിനേക്കാളും മനുഷ്യനുള്ള ഒരു വലിയ വെളിപാടാണ്. കുരിശോളം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നീ എന്നെ തിരസ്കരിക്കുമ്പോഴും നീ എന്നിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിൻ്റെ വെളിപാട് ഒരു വലിയ വിമോചനമാണ്, വലിയ ഒരു രക്ഷയാണ്. നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ, ദൈവം നമ്മളെ ശിക്ഷിക്കുമോ എന്നൊക്കെ പേടിച്ചിരിക്കുമ്പോൾ, ദൈവം നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നു എന്നുള്ളൊരു വെളിപാട്, അതുതന്നെ മനുഷ്യന് രക്ഷയായിട്ട് മാറുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സന്ദേശത്തിൻ്റെ ഒരു പ്രത്യേകതയും. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമുക്ക് 10 കൽപ്പനകൾ നൽകപ്പെട്ടപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ നമ്മളോട് ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നോ? ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നോ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചോ? ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചോ? ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചോ? ഇതാണ് പുതിയ നിയമത്തിലെ ചോദ്യങ്ങൾ. ഇത് സ്നേഹത്തിൻ്റെ ഒരു തലത്തിലേക്ക് നമ്മൾ വളർന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ സ്നേഹത്തിൽ വളർന്നോ? അത് മാത്രമേ ഉള്ളൊരു ചോദ്യം. അല്ലാതെ നിങ്ങൾ ആ പാപം ചെയ്തോ ഈ പാപം ചെയ്തോ എന്നുള്ളതിനേക്കാളും പുതിയ നിയമത്തിൻ്റെ ചോദ്യം വളരെ പോസിറ്റീവാണ്. നീ സ്നേഹത്തിൽ ആഴപ്പെടണം. നീ കൂടുതൽ നിന്നെ തന്നെ മറ്റുള്ളവർക്കായിട്ട് പകുത്തു കൊടുക്കണം. നീ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്തോറും നീ രക്ഷയുടെ അനുഭവത്തിൽ ആഴപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ പ്രഘോഷകരാണ്. ദൈവം നിങ്ങളെ ശിക്ഷിക്കുന്നില്ല എന്നും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും അവിടെ നിങ്ങളെ രക്ഷിക്കുവാൻ എപ്പോഴും കാത്തിരിക്കുന്നുവെന്നും നിങ്ങളെ രക്ഷിക്കാൻ മുൻകൈ എടുക്കുന്നത് ദൈവം തന്നെയാണെന്നും നിങ്ങളാരും ചോദിച്ചിട്ടല്ല ദൈവം നിങ്ങളെ രക്ഷിക്കാൻ വരുന്നതെന്നുമൊക്കെയുള്ള വലിയൊരു വെളിപാട്, അതാണ് ക്രൈസ്തവ സന്ദേശം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെ അങ്ങ് ദൈവം നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ലല്ലോ, ശിക്ഷയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ലല്ലോ. അവിടെയാണ് ദൈവം നമ്മളെ അഗാധമായി സ്നേഹിക്കുമ്പോൾ നമ്മൾ ആ സ്നേഹത്തോട് പ്രതികരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വപൂർണമായ ജീവിതത്തിലൂടെയാണ്. നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവുകയാണ്, കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. എൻ്റെ ദൈവം എന്നെ ഇത്രയും സ്നേഹിക്കുന്നു, ആ ദൈവത്തെ ഞാൻ എങ്ങനെയാണ് ധിക്കരിക്കുക, ആ ദൈവത്തെ ഞാൻ എങ്ങനെയാണ് വേദനിപ്പിക്കുക? അതിൽ നിന്നാണ് ക്രൈസ്തവ ധാർമ്മികത ഉയർക്കൊള്ളുന്നത്. അല്ലാതെ ശിക്ഷയെ പേടിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്നതല്ല ക്രൈസ്തവ ധാർമ്മികത. അത് പഴയ നിയമത്തിൻ്റെ ധാർമ്മികതയാണ്. ശിക്ഷയെ ഭയന്ന് മര്യാദയ്ക്ക് ജീവിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ ധാർമ്മികത സ്നേഹത്താൽ ആകർഷിതമായി സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുന്നതാണ്. നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കുന്നതും നമ്മൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും ദൈവസ്നേഹത്താൽ ആകർഷിതമായിട്ടാണ്, പേടിച്ചിട്ടല്ല. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്നേഹത്താൽ നിർബന്ധിതമായി നമ്മളൊരു കാര്യം ചെയ്യുന്നതും ശിക്ഷയെ ഭയന്ന് ഒരു കാര്യം ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ സ്നേഹത്താൽ നിർബന്ധിതമായ നമ്മുടെ പ്രത്യുത്തരമാണ്. നമ്മൾ റെസ്പോൺസിബിൾ ലിവിങ്, നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കണം. പൂർവ്വപിതാവായ ജോസഫിനെ പാപം ചെയ്യാനായിട്ട് പൊത്തിഫറിൻ്റെ ഭാര്യ നിർബന്ധിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടിയുണ്ട്, എൻ്റെ യജമാനൻ സർവ്വതും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ദൈവത്തോട് ഞാൻ എങ്ങനെയാണ് പാപം ചെയ്യുക? അതാണ് പാപം ചെയ്യാതിരിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രേരകം എന്ന് പറയുന്നത്. അത് ദൈവം ശിക്ഷിക്കുമെന്ന് പേടിച്ചിട്ടല്ല, മറിച്ച് ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിനെതിരെ
ഞാൻ എങ്ങനെയാണ് തെറ്റ് ചെയ്യുക? ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിൻ്റെ ഒരു സുവിശേഷമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും പ്രഘോഷിക്കേണ്ടതും. അപ്പോൾ നമ്മുടെ സംസാരമൊക്കെ നമ്മളറിയാതെ കുറച്ചുകൂടെ സർഗാത്മകമായിട്ട് മാറും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു സംഭാഷണ രീതി നമ്മൾ സ്വന്തമാക്കും. നമ്മൾ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഭയത്തിൻ്റെയും ആശങ്കയുടെയും തലത്തിൽ നിൽക്കാതെ സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഭാഷ സംസാരിക്കാനായിട്ട് തുടങ്ങും. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ആത്മീയത എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹത്തിൻ്റെ ആഘോഷമായി നമ്മുടെ ഓരോ പ്രാർത്ഥനാ വേളകളും മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാനും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ അതിരൂപതയും നമ്മുടെ സഭയും എല്ലാം നിങ്ങൾ പങ്കുചേർക്കുന്നുണ്ട് എന്നെനിക്കറിയാം. പ്രത്യേകമായിട്ട് അതിനെല്ലാം നന്ദി പറയുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് നമ്മുടെ സഭാ സമൂഹത്തെ വെല്ലുവിളികളുടെ നടുവിലും പിടിച്ചു നിൽക്കാനും ധീരതയോടെ മുന്നോട്ട് പോകാനുമെല്ലാം നമ്മളെയും സഹായിക്കുന്നത്. ആ പ്രാർത്ഥന എന്നും തുടരണം എന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരു സ്നേഹത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിതാവ് ആത്യന്തികമായിട്ടും നമ്മളോട് പറഞ്ഞത്, അല്ലേ? ഞാൻ ഇടയ്ക്ക് എവിടെയോ പറഞ്ഞു, അല്ലേ? നരകത്തെ പേടിച്ചിട്ട് സ്നേഹിച്ചിട്ട് കാര്യമില്ല, ഈശോയോടുള്ള സ്നേഹം. പിതാവും പറഞ്ഞതാണ്, ശിക്ഷയെ ഭയന്ന്, അല്ലേ, സ്നേഹിച്ചിട്ട് കാര്യമില്ല, ശിക്ഷയല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതായത് തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇപ്പോൾ ഇവിടെ സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതേ നടക്കുള്ളൂ എന്നുള്ളതാണ്. അത് ആര് ഏത് വഴിക്കൂടെയാണെങ്കിലും അങ്ങനെ വഴിക്കൂടെ ദൈവം കൊണ്ടുപോകും. അത് നമ്മുടെ ആവശ്യത്തിനപ്പുറം അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. വിശദീ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പിതാവ് പറഞ്ഞ എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് വരും? ഒരു റെസ്പോൺസിബിലിറ്റി വരും. എങ്ങനെ മര്യാദയ്ക്ക് ജീവിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് പിതാവ് പറഞ്ഞത്, അല്ലേ? ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് വേറൊരു കാര്യം കൂടെ വരും, അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജീവിത പങ്കാളി നമ്മളെ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കണം. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഇനി നമ്മളതങ്ങ് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ, എൻ്റെ ജീവിത പങ്കാളി എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ തിരിച്ചെനിക്ക് മറ്റേ ആളോട് വരുന്നത് എന്താ? എൻ്റെ ജീവിത പങ്കാളി എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ രീതിയിലാണ് പുള്ളി സ്നേഹിക്കുന്നത്. പക്ഷേ അത് ശരിക്കും പുള്ളിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ എല്ലാം കാണിക്കുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അയാളോട് എനിക്ക് ആദ്യം തോന്നുന്ന വികാരം എന്താണ്? സ്നേഹമാണ് തോന്നുന്നത്, അല്ലേ? ഇത്രയും ഒരാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നിടത്താണ് എന്ത് തിരിച്ചങ്ങോട്ടുള്ള സ്നേഹം ആരംഭിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഈശോ എന്നെ ഇത്ര അധികമായി സ്നേഹിച്ചു എന്ന് ഒരാൾ മനസ്സിലാക്കുന്നിടത്താണ് എനിക്ക് തിരിച്ചുള്ള ഈശോയോടുള്ളൊരു സ്നേഹം വരേണ്ടത്, അല്ലേ? എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു, എത്രത്തോളം ഈശോ എന്നെ സ്നേഹിക്കുന്നു, അതാണ് ഇപ്പോൾ പറഞ്ഞത്, അല്ലേ? കുരിശിൽ മരിച്ച് അത്രത്തോളം ഈശോ എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ തിരിച്ചറിയുന്നിടത്താണ് എനിക്ക് അങ്ങോട്ടുള്ള പ്രതിസ്നേഹം ആരംഭിക്കേണ്ടത്. യെസ്, അവിടെ തന്നെയാണ് നമ്മുടെ വചനം. റോമ 8:28 എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ടുണ്ടായിരിക്കേണ്ടത് ഈ സ്നേഹമാണ്. ആ സ്നേഹം ആദ്യം തുടങ്ങിയത് ദൈവമാണ് തുടങ്ങിയത്. ദൈവത്തിൽ നിന്നുകൊണ്ടാണ്, ദൈവം സൗജന്യമായിട്ട് ആരംഭിച്ചത് ഒന്നാണ് ഈ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇങ്ങോട്ടുള്ള നമ്മളെയുള്ള സ്നേഹിക്കൽ, അല്ലേ? കണ്ടാലും, അല്ലേ, എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, അല്ലേ? ഈ സ്നേഹം എത്ര വലിയ ഈ സ്നേഹം അറിയുന്നിടത്തേ എനിക്ക് തിരിച്ച് പ്രതിസ്നേഹം ഉണ്ടാവുള്ളൂ. അല്ലാതെ ചുമ്മാ ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഈശോയെ നമുക്ക് വലിയ പിടിയില്ലെങ്കിൽ. അതേസമയം ഈശോ എന്നെ എന്തുമാത്രം സ്നേഹിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നിടത്ത് സ്നേഹം ഉണ്ടാവും.
അല്ലേ? ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഈശോയെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും എനിക്ക് ഈശോയോട് സ്നേഹമുണ്ട്. ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ടല്ലേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ശരിക്കും ഈശോയ്ക്ക് നമ്മളോട് സ്നേഹമുണ്ടോ? സോറി, ഈശോയ്ക്ക് നമ്മളോടല്ല, എനിക്ക് ശരിക്കും ഈശോയോട് സ്നേഹമുണ്ടോ എന്നറിയാനുള്ള ഒരു മാനദണ്ഡം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. എനിക്ക് ഈശോയോട് ശരിക്കും സ്നേഹമുണ്ടോ? അത് ചുമ്മാ ഈ ആയിട്ട് ഇങ്ങനെ പറയുന്നതല്ല. എന്ത് സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല. സത്യമായിട്ടും എൻ്റെ അകത്ത് സ്നേഹമുണ്ടോ എന്ന് ഒരു മാനദണ്ഡം അറിയാൻ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? അതെവിടെയാണ്? യോഹന്നാൻ 14 എടുത്തു. യോഹന്നാൻ 14 എടുത്തു. യോഹന്നാൻ 14 അതിൻ്റെ 15. യോഹന്നാൻ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. യോഹന്നാൻ 14:15. ഈശോ പറയാണ് എന്ത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഇതൊരു വചനമാണ്. അപ്പൊ ഈശോ പറയാണ് ഈശോയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, അതായത് എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് എനിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ, ഏതാ? ഈ പ്രാർത്ഥനകൾ അല്ല, സംസാരങ്ങളല്ല, മറിച്ച് എനിക്ക് തോന്നണം നിങ്ങൾ എന്നെ ശരിക്കും സ്നേഹിക്കുന്നവരാണ് എന്ന് എനിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്? കൽപ്പനകൾ പാലിക്കണം. ഇത് 14:15 ആണെങ്കിൽ അടുത്തത് 14:21 വായിച്ചു. 14:21 വായിച്ചു. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. കേട്ടോ, ഈശോ പിന്നെയും പറയാണ് എന്ത്? എന്നെ സ്നേഹിക്കുന്നവൻ, അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവൻ എങ്ങനെയുള്ളവനാണ്? എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവനാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു ജനറലാണ്. പക്ഷെ അതിനെ അല്പം കൂടി കോൺക്രീറ്റ് ആയിട്ട് കൃത്യമായിട്ട് പറയാണ് എങ്ങനെയുള്ളവനാണ് ഈ ദൈവത്തെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് എന്ത്? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അടുത്ത വചനം എടുത്ത് 23. അതിൻ്റെ ഒറ്റ അധ്യായത്തിൽ തന്നെ ഒരേ കണ്ണികയ്ക്കകത്ത് പറയുന്ന 3 വചനങ്ങളാണ്. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ. ഈശോ വീണ്ടും പറയാണ്, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ വചനം പാലിക്കുമെന്നാണ് അല്ലേ? സ്നേഹിക്കുന്നവൻ വചനം പാലിക്കും. അപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറയാണ്. ആദ്യം പറയുന്നത് എന്താണ്? 14:15 പറയുന്നു എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അതിൻ്റെ 23-ാമത്തെ വചനം പറയുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്ന് വെച്ചാൽ ഈ കൽപ്പന എന്ന് പറഞ്ഞാൽ ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാനോ? ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. 2 വചനമാണ്. യോഹന്നാൻ 14:15 14:23. ഈശോ ആദ്യത്തേത് പറയുന്നതാണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അടുത്തത് ഈശോ പറയുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ ഈ കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് കൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. എന്നിട്ട് ഈശോ അപ്പുറത്ത് അതിനെ ഒന്നോടെ വിശദീകരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ കൽപ്പന എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണ്? വചനം. വളരെ ലളിതമാണ്. കൽപ്പന എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യമല്ല. കൽപ്പന എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മുഴുവൻ വചനവും എന്തു ചെയ്യും? അവൻ പാലിക്കും. ആര്? 1-2 വചനമല്ല. ഈശോയോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? ഈ വചനം പാലിക്കുമെന്നാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എന്തു ചെയ്യുന്നു? എൻ്റെ വചനം പാലിക്കും. അങ്ങനെയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഈശോ വീണ്ടും 15:10 യോഹന്നാൻ 15:10 വന്ന് 15 അടുത്ത അധ്യായം
ഈശോ എങ്ങനെയാണ് പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ. കണ്ടോ, വീണ്ടും വീണ്ടും ഈശോ അത് ആവർത്തിക്കുകയാണ്. പല രീതികളിൽ പല ഇടങ്ങളിൽ ആവർത്തിക്കുകയാണ്. എന്ത്? സ്നേഹത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൽപ്പന പാലിക്കണം. കൽപ്പന എന്നാൽ വചനമാണ്. വചനം പാലിക്കണം. കർത്താവിൻ്റെ വചനം പാലിക്കുന്നവനെയാണ് എന്ത്? ഈ ദൈവത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇതിന് ഒരു വചനം കൂടെ തരാം. 1 യോഹന്നാൻ 5:3. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെയാണ് അല്ലേ? അങ്ങനെയല്ലേ? 1 യോഹന്നാൻ 5:3. 1 യോഹന്നാൻ 5:3. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവമുള്ളവരെ, അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഇത് പാലിക്കുക എന്നാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം. ഇനി ഒന്ന് കേട്ടെ. നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധത്തെ എന്തൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അല്ലേ? കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞല്ലേ? തിരിച്ച് സ്നേഹത്തെക്കുറിച്ചിട്ട് പറഞ്ഞു. ഇനി കേട്ടെ, ഇപ്പോൾ നിങ്ങൾ ഭാര്യ കുടുംബജീവിതം നയിക്കുന്നവർക്ക്, ഇപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പോൾ അയാൾക്ക് പല രീതികളിലാണ് എന്നോടുള്ള സ്നേഹം പ്രകടമാക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾക്ക്, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് നമ്മളിങ്ങനെ ഒത്തിരി പണിത് മടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മുടെ കൂടത്തിലുള്ള ജീവിത പങ്കാളി നമ്മളോട് ചോദിക്കണം, എന്ത്? ഒത്തിരി മടുത്തോ? സഹായിക്കണമെന്ന് ചോദിക്കണ്ട, മടുത്തോ, ഒത്തിരി കഷ്ടപ്പെട്ടോ എന്ന്. അതായത് എൻ്റെ കൂടത്തിലുള്ള ജീവിത പങ്കാളി കുറേ കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്ര ഇയാൾക്ക് കിട്ടിയാൽ എന്ത് കിട്ടി? നമ്മൾ വിചാരിക്കും എൻ്റെ കൂടത്തിലുള്ള ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുന്നുണ്ട്. തിരിച്ച് ഞാൻ എന്തുമാത്രം ഇനിയും കഷ്ടപ്പെടാനും തയ്യാറാകും. പിടി കിട്ടിയോ? ഇനി അങ്ങനെയല്ല, വേറെ ചില ആളുകൾക്ക് ഇങ്ങനെ സംസാരിക്കണമെന്നൊന്നും വേണ്ട. മടുത്തോന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. വേറെ ചില ആളുകൾക്ക് എന്നാ വേണം? എൻ്റെ കൂട്ടത്തിൽ കുറച്ച് സമയം ഇരിക്കണം വെറുതെ. അതെന്തിനാണ്? എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അത് പണിതിൻ്റെ കാര്യമൊന്നുമല്ല, വേറെ ഒരുപാട് കുശുമ്പും കുന്നായ്മയും ഒരുപാട് അങ്ങനത്തെ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പല ആളുകളെ കുറിച്ചിട്ടുള്ള ന്യൂസുകൾ പലതും നമ്മുടെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം? എനിക്ക് ആരോടെങ്കിലും ഇങ്ങനെ പറയണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് പറയാൻ പറ്റുന്നത് ജീവിത പങ്കാളിയോടാണ്. പക്ഷേ നടക്കുന്നില്ല. ഇനിയിപ്പോൾ ജീവിത പങ്കാളിയോട് ഇങ്ങനെ പറയാനായിട്ട് ജീവിത പങ്കാളി എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെ ഒരു കൂസലും കൂടാതെ ഒന്നും മറതിലിക്കാതെ എന്നും ഇങ്ങനെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, എൻ്റെ ജീവിത പങ്കാളി എത്രയോ തങ്കപ്പെട്ട മനുഷ്യൻ അല്ലേ, എത്രയോ സ്നേഹം എന്നോടുണ്ട്. കണ്ടോ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? മടുത്തോന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കൂട്ടത്തിൽ കുറച്ച് സമയം ഇതെല്ലാം കേൾക്കാനായിട്ട് ഒന്ന് ചുമ്മാ ഇരുന്ന് തന്നാൽ മതി. എപ്പോഴേലും ഒരു സമയത്ത് കുറച്ച് സമയം എനിക്ക് കിട്ടണം ഇയാളെ. ഇനി വേറെ ചില ആളുകൾക്ക് ഇത് രണ്ടും വേണ്ട. സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് വേറെ ചില ആളുകൾക്ക് ഇങ്ങനെ ഒത്തിരി സമയമൊന്നും കൂടി ഇരിക്കണമെന്ന് താല്പര്യമില്ല. ഇങ്ങനെ മടുത്തൊന്ന് ചോദിക്കുന്നത് താല്പര്യമില്ല. ഇവർ രണ്ടുപേരും ഒരുപോലെ ജോലി ചെയ്യുന്നവരാവാം. വേറെ ചില ആളുകൾക്ക് എന്ത് വേണം? എൻ്റെ ജോലിയിൽ കുറച്ച് ഭാഗം ചെയ്ത് സഹായിക്കണം. മനസ്സിലായി? ഇപ്പോൾ തുണി അലക്കാനാണെങ്കിൽ അപ്പുറത്ത് പാത്രം കഴുകണം, പാത്രം കഴുകാനാണെങ്കിൽ മെറ്റോടിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യണം? ജോലികളിൽ സഹായിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇത്ര ഞാൻ പറയുന്നതെന്നറിയോ? ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇപ്പോൾ ഒരാളെ പോലെ അല്ല അടുത്തയാൾ. ഇപ്പോൾ എനിക്ക് ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്ന വേറൊരാളെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഓരോരുത്തരും വേറൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹം വേറെ വ്യത്യസ്തങ്ങളായ രീതികളിലാണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരു നല്ല കെട്ടിയവനും നല്ല ഭാര്യയും ഒക്കെ രൂപപ്പെട്ടു വരുന്നത്. എങ്ങനെയാണ് എൻ്റെ ജീവിത പങ്കാളി എന്നിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്താണ് എന്ത് വരുന്നത്?
നല്ലൊരു ഭർത്താവ്, നല്ലൊരു ഭാര്യയാകാൻ പറ്റുന്നത്. ഇത്ര ഞാൻ പറഞ്ഞ എന്തിനാണെന്നറിയാവോ? ഈശോ നമ്മളിൽ നിന്ന്, കേൾക്കണേ, ഈശോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഈശോയോട് ഒരാൾക്ക് സ്നേഹമുണ്ടത് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? ഈശോയ്ക്ക് നമ്മൾ പറയാണ് ഈശോയോട് എനിക്ക് സ്നേഹമാണ്, ഈശോയോട് എനിക്ക് സ്നേഹമുള്ളത് ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ പ്രതീക്ഷിക്കുന്നത് ഇത്രേ ഉള്ളൂ. വചനം പാലിക്കുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് മനസ്സിലാകും ഇവൻ എന്നോട് സ്നേഹമുണ്ട്. വേറെ എന്ത് കാണിച്ചാലും ഈശോയ്ക്ക് പിടികിട്ടത്തില്ല. പക്ഷെ നമ്മളെന്താണ് 100 തവണ ആവർത്തിക്കുന്നുണ്ട്, എന്ത്? സ്നേഹമുണ്ട് അല്ലേ? ഇനി ഒന്നോടെ ഇതിലേക്ക് വരാം. വചനം പാലിക്കുന്നവനാണ് ഇത്. കേൾക്കണം, ഈ സ്നേഹമുള്ളവൻ വചനം കേൾക്കൂന്നല്ല, സ്നേഹമുള്ളവൻ വചനം കേൾക്കൂന്നല്ല, വചനം പഠിക്കുമെന്നല്ല, സ്നേഹമുള്ളവൻ വചനം പാലിക്കുമെന്നാണ് പറയുന്നത്. വ്യത്യാസമുണ്ട്. നമുക്ക് വചനം കേൾക്കാൻ ഇഷ്ടമാണ്, വചനം അത് അത്യാവശ്യം വചനം കേൾക്കണം, ഒന്നാമത്തെ കാര്യം. ഇനി വചനം കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ നമുക്കത് പാലിക്കാൻ താല്പര്യമില്ല. വചനം എനിക്ക് വേറെ പല കാര്യങ്ങൾക്കും ഉപകാരപ്പെടുത്തും. ഞാൻ എന്തിനാണ്? രോഗസൗഖ്യത്തിനും പിശാച് ബാധ ഒഴിപ്പിക്കുന്നതിനും എനിക്ക് വചനം കുറേ ലിസ്റ്റിൽ വേണം. അത്യാവശ്യം അപകടം കൂടാതെ ജീവിച്ച് മുന്നോട്ട് പോകാൻ കുറച്ച് വചനങ്ങൾ നമ്മുടെ കയ്യിൽ വേണം, പരുക്കുകളില്ലാതെ മുന്നോട്ട് പോകാൻ. പിടികിട്ടുന്നുണ്ടോ? അതല്ല ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ ആഗ്രഹിക്കുന്നത് എന്താണ്? വചനം പഠിക്കുകയോ മനപ്പാഠമാക്കുകയല്ല, വചനം അത് വ്യത്യാസമുണ്ട്. നമുക്ക് കുഴപ്പമില്ല. നമ്മളൊരു പെരിഫറൽ ലെവലിൽ താൽക്കാലികമായ പരുക്കുകളില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ട കസ്റ്റഡിയിൽ കുറച്ച് ലിസ്റ്റ് എന്നുണ്ട്, വചനം ഉണ്ട്. അത് എവിടം കൊണ്ട് തീരും? അത് ഇവിടം കൊണ്ട് തീരും. ഇവിടുത്തെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതെല്ലാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാൻ വേണ്ട വചനം. പക്ഷേ അങ്ങനെ ഉള്ള ഒരാൾ അയാളുടെ ജീവിതത്തിലേക്ക് ഒരു വചനത്തെ എങ്കിലും ജീവിതത്തിലേക്ക് അയാൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ, എന്താണ്? ഈ വചനം എൻ്റെ സ്വഭാവത്തിന് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. എൻ്റെ ചിന്തകളിൽ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ കുറേ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന് ഈ വചനം എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ ഒരാൾ മാനസാന്തരപ്പെടുത്താൻ വചനം കൊണ്ട് തയ്യാറായാൽ അയാളാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? അതല്ല, മറ്റേതൊന്നുമല്ല. മറ്റേതെല്ലാം വേണ്ടെന്നല്ല, മറ്റെല്ലാം വേണം. പക്ഷെ ഈശോ പറയുന്നത് എൻ്റെ വചനം എന്ത് ചെയ്യണം? പാലിക്കണം. പാലിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ മാനസാന്തരപ്പെടാൻ ഈ വചനം കൊണ്ട് തയ്യാറാകണം. എബ്രായർ 4:12 നിങ്ങൾക്കറിയാവുന്നതാണ്. കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അടുത്തെന്താണ്? ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. വചനത്തെ ഇരുതല വാൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? വേറൊരിടത്ത് വചനത്തെ വാളെന്ന് പറയുന്നുണ്ട്. അതെവിടെയാണ്? എഫേസൂസ് 6:17 ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവിൻ എന്ന് പറയുന്നുണ്ട്. വചനത്തെ വാളായിട്ട് വിശദീകരിക്കുന്നുണ്ട്. വചനം വാളാണ്. വചനം എന്തിൻ്റെ വാളാണ്? ആത്മാവിൻ്റെ വാളല്ല. ഈ വചനം എടുത്ത് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? വാളുകൊണ്ട് വെട്ടുന്നതിന് തുല്യമാണ്. വചനത്തിന് അത്രയും പവറുണ്ട്. പിടികിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത വചനം പറയാണ്, വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഈ വചനമാകുന്ന വാൾ ആദ്യം വെട്ടേണ്ടത് ഒരു തല എന്ന് പറയുന്നത് എനിക്കിട്ട് വേണം. അടുത്ത തലയെ അടുത്തതിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 2 തലയുണ്ട് അല്ലേ? ഇരുതല വാൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂർച്ചയേറിയ ആദ്യ ഭാഗം വെട്ടേണ്ടത് എന്നെയാണ്. നമ്മളിതെല്ലാം വേറെ ആർക്കോ വേണ്ടിയിട്ട് അല്ലേ? മറ്റുള്ളവർ മാനസാന്തരപ്പെടാത്തതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ മാനസാന്തരത്തിനും അവരുടെ വിശുദ്ധീകരണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ? വചനം ആദ്യം വെട്ടേണ്ടത് ആരെയാണ്? മറ്റുള്ളവരെ അല്ല. അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ആദ്യം അത് എന്നെ വെട്ട്, ആദ്യം അത് എനിക്കിട്ട് കൊള്ളു.
ഞാൻ മാറ്റേണ്ട ഒരുപാട് കാര്യത്തിൻ്റെ അകത്ത് വ്യത്യാസം വരുത്താൻ ഞാൻ തയ്യാറാക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം അടുത്ത ഇരുതലവാളിൻ്റെ അടുത്ത ദൈവം തന്നെ ചെയ്തോളും. നമ്മളെ തൊടാൻ അനുവദിക്കുകയല്ല. നമ്മളിലേക്ക് വരാൻ നമുക്ക് താല്പര്യമില്ല. അതിനാൽ വചനം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? വചനം പാലിക്കാൻ തയ്യാറാവുക. ഒന്നുകൂടെ ഞാൻ പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അത്രേ ഉള്ളൂ, വ്യവസ്ഥ അതാണ്. എനിക്ക് ഈശോയോട് സ്നേഹമുണ്ടെങ്കിൽ വചനം കേൾക്കുക മാത്രമല്ല, വചനം പഠിക്കുക മാത്രമല്ല, വചനം എഴുതുക മാത്രമല്ല, വചനം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? ബാക്കിയെല്ലാം ഉണ്ട്, പാലിക്കുന്നില്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല. ഒന്നുകൂടെ പറയാണ്, ബാക്കിയെല്ലാം ഉണ്ട്, വചനത്തിൽ എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. വേണമെങ്കിൽ ഡബിൾ ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരു വചനം പോലും അയാൾ പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇത്രയും വചനത്തിൻ്റെ ജ്ഞാനം കിട്ടിയത് കൊണ്ട് ഒരു ഫലവും ഇല്ല. വചനം എടുത്തു, മത്തായി 7:24 തുടങ്ങിയുള്ള വചനഭാഗങ്ങൾ. മത്തായി 7:24 തുടങ്ങി. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിതാം വിവേകമതി. കേൾക്കുന്നവൻ മാത്രമല്ല, കേൾക്കുകയും പിന്നെ എന്ത് ചെയ്യുന്നു? ശ്രവിക്കുകയും അനുസരിക്കുകയും. രണ്ട് കാര്യങ്ങളുണ്ട്. വചനം കേൾക്കുക മാത്രമല്ല, എന്നും കൂടെ ചെയ്യണം, ശ്രവിക്കുകയും അനുസരിക്കുകയും. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു ഭാരമായി മാറണം. പിടികിട്ടുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും വചനം കേൾക്കാൻ തയ്യാറാണ്, നല്ല കാര്യം. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ഒരു ചെറിയ കാര്യം പോലും ജീവിതത്തിലേക്ക് വരുത്താൻ നമ്മൾ തയ്യാറാകുന്നില്ല. അതെനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് വചനം കേൾക്കാൻ ഇഷ്ടമാണ്. ഇതുകൊണ്ടാണ് ഈശോ ഇവിടെ പറയുന്നത്, വചനം കേൾക്കുകയും ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനാണ്, തുല്യനാണ്. കാറ്റോതി, മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. ഇനി അടുത്ത വചനം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടെ. അടുത്ത വചനം തൊട്ടടുത്ത വചനം വായിച്ചു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും, കേൾക്കണേ, ഇത് കേൾക്കുന്നുണ്ട്. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും വചനം കേൾക്കുന്നവരെ കുറിച്ചിട്ടാണ്. വചനം കേൾക്കുന്നു. നമ്മുടെ ചെവിയിലോട്ട് എന്ത് വരുന്നുണ്ടോ? ഈ സ്പീക്കറിൽ നിന്ന് ശബ്ദം വരുന്നില്ല, എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? വചനം എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നു. എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്തിനു തുല്യൻ? മണൽപ്പുറത്ത്. അവന് ഭവനം പണിയുന്നുണ്ട്, പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്, മണൽപ്പുറത്താണ്. വചനം കേൾക്കുന്നത് വഴിയായിട്ട് അവന് ഭവനം പണിയുന്നുണ്ട്, പക്ഷേ ആ ഭവനത്തിന് കുഴപ്പമുണ്ട്. എന്താണ്? അതൊരു ചെറിയ പ്രതികൂലം വന്നാൽ തകർന്നു പോകും. പിടികിട്ടുന്നുണ്ടോ? വചനം ഒന്നുകൂടെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നമുക്ക് അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഒരു പ്രലോഭനമാണ്. എന്താണെന്നറിയോ? വചനം കേൾക്കാനായിട്ട് കുറേ ആളുകൾക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും പേരെ വന്നിട്ടുള്ളൂ അല്ലേ? പകുതി ആളുകൾക്ക് വചനം കേൾക്കാനേ താല്പര്യമില്ല. വചനം കേൾക്കാനേ താല്പര്യമില്ല. പക്ഷെ നമുക്ക് എന്ത് താല്പര്യമുണ്ട്? വചനം കേൾക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ അത് കേൾക്കണം നമ്മുടെ ആരുടെയും മിടുക്കല്ലത്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വചനത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ദൈവ വിളി വേണം അല്ലേ? പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കത് പറ്റത്തില്ല. ഇതൊരു ദൈവാനുഗ്രഹമാണ്. പക്ഷെ ഇങ്ങനെയുള്ളവൻ്റെ അടുത്ത ചലഞ്ച് എന്താണ്? വചനം കേൾക്കുന്നവൻ്റെ അടുത്ത ഏറ്റവും വലിയ പ്രലോഭനം എന്താണെന്നറിയാവോ? ഇത് പാലിക്കാതിരിക്കുക എന്നുള്ളതാണ്. വചനം കേൾക്കുന്നവന് ഏറ്റവും വലിയ പ്രലോഭനം, ഞാൻ തമാശ പറഞ്ഞല്ല, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ, നമ്മൾ ഇത്രയും വചനം കേട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ എന്നെ സംഭവിക്കുന്നറിയോ? നമ്മൾ വേറൊരു മനുഷ്യനായി മാറും. ഇപ്പം നമ്മൾ ഭയങ്കര സ്തുതിപ്പും പ്രാർത്ഥനയും ആരാധനയും എല്ലാം ആണ്, ശരിയാണ്. പക്ഷേ ഈ ഒരു പള്ളിക്കകത്ത് മാത്രമേ ഉള്ളൂ. ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴേ നമ്മൾ ആരായി മാറി? പഴയ മനുഷ്യനായി മാറുകയാണ്. പിന്നെ വായിന്ന് വരുന്നത് വചനമല്ല, വേറെയാണ്. കാരണം എന്താ? വചനം പാലിക്കാൻ നമുക്ക് എന്താ കുഴപ്പം എന്നാണെന്നറിയോ? വചനം പാലിക്കാൻ
പിശാച് സമ്മതിക്കുകയല്ല, അതാണ്. ലൂക്ക 8:12 എടുത്തു. ലൂക്ക 8:12. ലൂക്ക 8:12. ഈശോ പറയുന്നതാണ് എന്താ എല്ലാവരും കേൾക്കണേ. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയും. നമ്മളെ പെട്ടെന്ന് ഒരു സെക്കൻഡുകൾ കൊണ്ട് പിശാച് വന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വചനം എടുത്തു കളയും. ഇത്രയും നമ്മൾ വചനം കേട്ടു, നമുക്ക് നല്ല കാര്യങ്ങളെന്നെല്ലാം തോന്നും, ഇല്ല ഇപ്പം എന്ത് കേൾക്കുമ്പോൾ. പക്ഷേ പെട്ടെന്ന് എന്ത് സംഭവിക്കും? പിശാച് വന്നിട്ട് ഇതങ്ങ് എടുത്തു കളയും. അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ആരൊരുക്കും? പിശാച് ഒരുക്കും. അത് വെറുതെ വഴിക്കട നടക്കുന്നവന് അത് ഒരുക്കിയേല. അതെന്താ? വചനം കേൾക്കാതെ വെറുതെ വഴിക്കട നടക്കുന്നവൻ അത്ര പ്രലോഭനം വരികയില്ല. കാരണം എന്താ? അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പൈശാചിക പ്രലോഭനങ്ങൾക്കെതിരെ നേരിടാൻ അവനൊന്നും ചെയ്യുന്നില്ല. അവൻ ഓൾറെഡി ഏതവസ്ഥയിലാണ്? പിശാചിൻ്റെ കീഴിലാണ്, പാപ അവസ്ഥയിലാണ്. അവനെ ഒരു പ്രലോഭനം നടത്തി വീഴ്ത്തേണ്ട ഒരു അധ്വാനം പിശാച് നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവൻ തന്നെ ആ അവസ്ഥയിലാണ്. അതേസമയം വചനം കേൾക്കുന്ന ഒരാൾ, കേട്ടോണേ, വചനം കേൾക്കുന്ന ഒരാളുടെ ഉള്ളിലുള്ള ശക്തമായ പിശാച് ഒത്തിരി സമയം അതിന് പിശാച് സമയം കളയല്ല. കാരണം എന്താണ്? ഇത് ഇരുന്നാൽ ഫലം പുറപ്പെടുവിക്കുവേ. ഏതാ? വചനേ അകത്തിരുന്നാൽ, നന്മയായിട്ടിരുന്നാൽ ഫലം പുറപ്പെടുവിക്കും. പക്ഷെ അതുകൊണ്ട് പിശാചിന് അറിയാവുന്നതുകൊണ്ട് കേട്ട ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? ഇതെടുത്തോണ്ട് പോകും. ഇതിലൂടെ കിട്ടിയ മുഴുവൻ അനുഗ്രഹങ്ങളും വെറുതെ പോകും. പിടികിട്ടുന്നുണ്ട്? അതിനാൽ സ്നേഹമുള്ളവരെ, ഈശോയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ വചനത്തിന് വില കൊടുക്കണം. ഈശോയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ വചനത്തിന് വില കൊടുക്കണം. അതിന് എന്തെങ്കിലും എന്ത് ചെയ്യണം? ഈ പ്രലോഭനങ്ങളെ ഞാൻ അതിജീവിക്കണം. മർക്കോസ് 4:19 എടുത്തു. മർക്കോസ് 4:19. ഏതൊക്കെ രീതിയിലാണ് പിശാച് ഇത് എടുത്തു കളയുന്നതിനെ കുറിച്ചിട്ടാണ് വചനം പറയുന്നത്. ലൗകിക വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷണം, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം അവരിൽ കടന്നുകൂടി അത് ഫലശൂന്യമാക്കുകയും, കണ്ടോ, പല തരത്തിലുള്ള വ്യഗ്രതകൾ നമ്മളിലേക്ക് കടന്നുകൂടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള വചനത്തെ എന്താക്കി മാറ്റും? ഞെരുക്കി കളയും, ഫലശൂന്യമാക്കി കളയും. മറ്റു പല കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യഗ്രതകൾ എന്തിലേക്ക് വരും? വചനം കേട്ട ആളുകൾക്കാണ് വരുന്നത്. വചനം കേട്ട ആളുകൾക്ക് പലതരത്തിലുള്ള വ്യഗ്രത വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ഇത് എടുത്തു കളയും. അതായത് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിലോട്ട് ചെല്ലുമ്പോഴായിരിക്കും ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, മരുമക്കളായിരിക്കാം, അമ്മായിയമ്മയായിരിക്കാം, ആരെങ്കിലും എന്ത് ചെയ്തുകൊണ്ട് വരും? അല്ലേ? നമ്മളെ തോണ്ടാൻ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ദൈവവചനമാകുന്ന നിധി കളയാതിരിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ട്? ഈ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെ. ഇത്ര നേരം പറഞ്ഞ് മുഴുവൻ കൂടെ ഞാൻ ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. നമ്മൾ വചനമെല്ലാം കേട്ട് എല്ലാം ഒരുങ്ങി അഭിഷേകം പ്രാപിച്ച് ശക്തിപ്പെട്ടു നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ വണ്ടിക്കെതിരെ ഒരുത്തൻ വരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഉടനെ വീട്ടിൽ ഒരിക്കലും എനിക്ക് ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യം വീട്ടിൽ ചെയ്യരുതെന്ന് പറഞ്ഞത് തന്നെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അകത്ത് പെട്ടെന്ന് മനുഷ്യ പ്രകൃതിയിൽ നിന്നുള്ള ഒരു ദേഷ്യ ചിന്ത ഉണ്ടാവാം. അപ്പോഴാണ് ഉടനെ എൻ്റെ അകത്തൊരു ചിന്ത വരികയാണ്, അയ്യോ ഇന്നിങ്ങനെ പറഞ്ഞല്ലോ, പിശാച് പെട്ടെന്ന് തന്നെ ഇതിനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കും. നമുക്ക് കിട്ടിയ അഭിഷേകം കളയാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും പിശാച് പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, വസ്തുക്കളിലൂടെ എല്ലാം പിശാച് ഒരുക്കും കളയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ഉടനെ ഞാൻ ഈ ഒരു കാര്യത്തെ പ്രതി ഞാൻ എന്ത് ചെയ്യാണ്? ക്ഷമിച്ചാൽ, അത് വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് എന്തുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം? ഈശോയോട് സ്നേഹമുണ്ടെന്ന്. ഇപ്പോൾ കിട്ടുന്നുണ്ടാവും. അതാണ് ഇത്ര നേരം പറഞ്ഞതിൻ്റെ അർത്ഥം. ഈശോയോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? വചനം
പാലിക്കും. അതാണ് ഇതിൻ്റെ മർമ്മം. ഇതാണ് യോഹന്നാൻ 14, 15, 21, 23, യോഹന്നാൻ 10, 15, 10 എല്ലാം ഇത് തന്നെയാണ് പറഞ്ഞത്. സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വചനം പാലിക്കും. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ കുറേ ദിവസങ്ങളായി മിണ്ടാത്ത ഒരാൾ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് വിചാരിക്കണം. അതിപ്പോൾ അടുത്ത ബന്ധങ്ങൾ, കല്യാണത്തിലൂടെയൊക്കെ കിട്ടുന്ന ബന്ധങ്ങളുണ്ടല്ലോ. അങ്ങനെ കിട്ടുന്ന എന്തെങ്കിലും ബന്ധത്തിലുള്ള ഒരാളോട് വീട്ടിൽ, പുറത്ത് അയലോക്കമല്ല, വീട്ടിൻ്റെ അകത്ത് തന്നെ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി സംസാരിച്ചിട്ടില്ല, പക്ഷേ അപ്പുറത്ത് നല്ല പള്ളിയും പ്രാർത്ഥനയെല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരാളെ വീണ്ടും ഞാൻ കാണുമ്പോൾ എനിക്ക് മിണ്ടാതെ പോകാനുള്ള ഒരു പ്രലോഭനം ഉണ്ടാകുന്നു. എന്താണ് ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് പിടികിട്ടുന്ന കാണും അല്ലേ? അപ്പോൾ ഇയാളെ കണ്ട് ഞാൻ, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഇത്രയും കാലം മിണ്ടാതിരുന്നത് പോലെ തന്നെ മിണ്ടാതെ പോയത്. അപ്പോഴാണ് എന്ത് ഓർക്കുന്നത്? വചനം ഈശോ പറഞ്ഞത്, ഈശോയുടെ സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? വചനം പാലിക്കും. ആ വചനത്തിൻ്റെ അകത്ത് ഈശോ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഇങ്ങനെ ശത്രുതയും മണക്കൊന്നും വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നിൻ്റെ അകത്ത് പിശാചെ വരുള്ളൂ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇയാളോട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, എനിക്ക് ഒട്ടും സ്നേഹമില്ല ഇയാളോട്. പക്ഷേ എനിക്ക് ആരോട് സ്നേഹമുണ്ട്? ഈശോയോട്. ഒന്നുകൂടെ കേൾക്കണേ. ഇയാളോട് ഇഷ്ടമില്ലെങ്കിലും ഈശോയോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇയാളോട് ചുമ്മാ ഒന്ന് മിണ്ടുന്നു. ചുമ്മാ ഒന്ന് മിണ്ടി നോക്കുകയാണ്. കാര്യം എനിക്ക് ഇയാളോട് സ്നേഹമുള്ളതല്ല ഇയാളെ മിണ്ടാൻ എനിക്ക് പ്രേരിപ്പിക്കുന്നത്. ഇയാളോട് പോയി മിണ്ടാൻ എനിക്ക് പ്രേരണ നൽകുന്നത് ഇയാളല്ല, അയാളോടുള്ള സ്നേഹമല്ല, മറിച്ച് ആരോടുള്ള സ്നേഹമാണ്? ഈശോയോടുള്ള സ്നേഹമാണ്. അതെന്നെ എന്ത് ചെയ്യുന്നു? നിർബന്ധിക്കുന്നു. എന്ത്? പോയി മിണ്ട്. കാര്യം എന്താണ്? ഈശോയ്ക്ക് ഇഷ്ടമില്ല, ഈശോയ്ക്ക് ഇഷ്ടമില്ല എന്ത്? നീ മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ ഒരാളുടെ അകത്ത് സത്യസന്ധമായ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അയാൾ ഉറപ്പായിട്ടും പോയി മിണ്ടും. കാര്യം എന്താണ്? അയാളുടെ ഉള്ളിൽ അപ്പോൾ ഒരു ഈഗോ ഇല്ല, അഹങ്കാര ചിന്ത വരുന്നില്ല. കാരണം അയാളെ മിണ്ടാൻ പ്രേരിപ്പിക്കുന്നത് ഈ ആളോടെ മുന്നിൽ ഞാൻ ചെറുതാകുന്നൊന്നുമില്ല, ഞാൻ ഈശോയുടെ മുന്നിൽ വലുതാകുന്നു എന്നൊരു ചിന്തയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈശോയുടെ മുന്നിൽ വലിയ ഒരാളാകുന്നു എന്നൊരു ചിന്ത കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇത്രയും കാലം വലിയ ഭാരമായി ചുമന്ന് കൊണ്ട് നടന്ന അനാവശ്യമായ ഈ ഒരു ശത്രുതയുടെ ചിന്തയെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒറ്റയടിക്ക് തീർത്ത് കളയാം. കാര്യം എന്താണ്? 2 കൊരിന്തോസ് 5:14 ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം തരുന്നു. 2 കൊരിന്തോസ് 5:14 ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക്, അങ്ങനെയല്ലേ? അത് തന്നെ. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനെ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ. അടുത്ത എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം തരുന്നു. ഈ ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ത് ഞങ്ങൾക്ക് തരുന്നു? ഇതിനെ അതിജീവിക്കാൻ വേണ്ട ഒരു പവർ, ഉത്തേജനം. എൻ്റെ അകത്തൊരു പ്രേരണ കിട്ടണം. ഏതാ? പോയി മിണ്ടണം, അതല്ലെങ്കിൽ അത് അവസാനിപ്പിക്കണം എന്നൊരു പ്രേരണ എൻ്റെ അകത്ത് തരുന്ന എന്താണ്? ഈ വചനം പാലിക്കാനുള്ളൊരു പ്രേരണ എനിക്ക് തരുന്ന എവിടെ നിന്നാണ്? സ്നേഹം. സ്നേഹം സ്നേഹം ഈ സ്നേഹം ഇല്ലെങ്കിലോ എനിക്കിത് വലിയ ഭാരമായി മാറും. ഏതാ? ഈശോ പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കാൻ, എനിക്കൊണ്ട് ക്ഷമിക്കാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ ക്ഷമിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു? ഓരോ തവണയും വീണുകൊണ്ടിരിക്കും, പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ അയാളെ ക്ഷമിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് എന്താണ്? എനിക്ക് ഈശോയോടുള്ള സ്നേഹം. ഈ സ്നേഹം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഈശോയോടുള്ള നമ്മുടെ സ്നേഹത്തിന് പറയുന്ന പേരാണ് വിശുദ്ധി. ഈശോയോടുള്ള എൻ്റെ സ്നേഹത്തിന് പറയുന്ന പേരാണ് എന്ത്? വിശുദ്ധി. ഈശോയോടുള്ള സ്നേഹം കൂടുന്നതനുസരിച്ച് വിശുദ്ധി എന്നിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈശോയോടുള്ള സ്നേഹം കൂടുന്നതനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? വചനം പാലിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇല്ലേ? ഈശോയോടുള്ള സ്നേഹം കൂടുന്നതനുസരിച്ച് ഞാൻ വചനം പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എൻ്റെ അകത്ത് എന്ത് വർദ്ധിക്കും? വിശുദ്ധി വർദ്ധിക്കും. ഈശോയുടെ സ്നേഹം ഇല്ലാത്ത അവസ്ഥയാണ് പാപം. ഈശോയുടെ സ്നേഹം ഇല്ലാത്തവൻ എന്ത് ചെയ്യുന്നു? ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈശോയ്ക്ക് സങ്കടം വരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈശോയെ പിണക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ കിട്ടുന്നുണ്ടോ? എൻ്റെ അകത്തുണ്ടായിരിക്കേണ്ടത് എന്താണ്? ഈശോയോടുള്ള സ്നേഹം. ഈശോയോടുള്ള സ്നേഹമാണ് എന്നെ എന്തിലേക്ക് നയിക്കേണ്ടത്? കൽപ്പനകൾ പാലിക്കാൻ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും.
അപ്പോൾ നമുക്ക് ആ ഒരു കൃപയാണ്, ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. വചനം 3 തലങ്ങളിൽ നമുക്ക് എടുക്കാം. വചനം വായിച്ചുകൊണ്ടിരിക്കാം, വചനം കേട്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഇത് രണ്ടിനേക്കാൾ കൂടുതൽ അനുഗ്രഹം നമുക്ക് കിട്ടുന്നത് എപ്പോഴും വചനം പാലിക്കുമ്പോഴാണ്. വചനം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധരൊക്കെ നോക്കിക്കേ അല്ലേ, ചില വിശുദ്ധരൊക്കെ ഒറ്റ വചനം കേട്ടതുകൊണ്ട് മാനസാന്തരപ്പെട്ടവരാണ്. ഒറ്റ വചനം കേട്ടിട്ട് മാനസാന്തരപ്പെട്ട ആളുകളാണ് ആര്? വിശുദ്ധ അഗസ്തീനോസ് അല്ലേ, വിശുദ്ധ ഫ്രാൻസിസ്, രണ്ടുപേരും അതെ, ഫ്രാൻസിസ് അസീസി അതെ, ഫ്രാൻസിസ് സേവറും അതെ. വിശുദ്ധ ഈ പാവപ്പെട്ടവരെ നോക്കിയ, മേലാത്ത കുഞ്ഞുങ്ങളെ സഹായിച്ച നമ്മുടെ കൽക്കട്ടയിലുള്ള ആരാ? മദർ തെരേസ. കണ്ടോ, ഇതൊരു വചനത്തിലൂടെ മാനസാന്തരപ്പെട്ടാണ് അല്ലേ. വേറെ ജോലിയായിരുന്നു, ആൾ പ്രിൻസിപ്പളായിരുന്നു പണ്ട്. ഇവിടെ കിട്ടുന്നുണ്ടോ? ഇവരെല്ലാം മാനസാന്തരപ്പെടുത്തിയത് എന്താണ്? ഈ വചനമാണ്. നമ്മൾ ഒരുപാട് തവണ വചനം കേൾക്കുന്നു, പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ ഒരു വചനം പോലും എന്ത് ചെയ്യുന്നില്ല. ഒരുപാട് വചനങ്ങൾ കേൾക്കുന്നു, ഒരുപാട് വചനങ്ങൾ നമുക്കറിയാം, പക്ഷേ എന്നെ ശരിക്കും ഒരു വചനം പോലും സ്പർശിക്കുന്നില്ല. ഒറ്റ വചനം സ്പർശിച്ചവരെ വിശുദ്ധരാക്കി മാറ്റാൻ പോരുന്ന ഒരു ബലവും ശക്തിയും ഈ വചനത്തിനുണ്ടെങ്കിൽ നമ്മളെ ഇത് സ്പർശിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ വില കൊടുക്കാത്തത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഈ വചനത്തെ സ്നേഹിക്കാം. വചനത്തിന് എന്ത് ചെയ്യണം? ജീവിതത്തിൽ കൂടുതൽ വില കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും രാവിലെ കേൾക്കുമ്പോഴേ നമ്മുടെ കട്ടിലിൻ്റെ അടുത്ത് എന്ത് വെക്കണം? നമുക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ വേണം അല്ലേ. കട്ടിലിൻ്റെ അടുത്ത് തന്നെ ബൈബിൾ വെക്കണം. എഴുന്നേറ്റ് നടന്നു പോകുന്നതിന് മുന്നേ തന്നെ ആദ്യം ഞാൻ വായിക്കേണ്ടത്, ആദ്യം ഞാൻ നോക്കേണ്ടത്, ആദ്യം ഞാൻ ശ്രവിക്കേണ്ടത് വചനമാണ്. വചനം. അപ്പോൾ നമുക്ക് വചനത്തിൽ നിന്നുകൊണ്ട് ജീവിതം ആരംഭിക്കാനായിട്ട് പറ്റും. അത് നമുക്ക് എന്ത് തരും? ഒരു എനർജി തരും അല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം? വചനത്തെ സ്നേഹിക്കാം, വചനത്തിലേക്ക് വരാം. അപ്പോൾ വചനത്തെ എപ്പോഴും ശ്രദ്ധിക്കണം. അതെപ്പോഴും നമ്മൾ എന്തിലേക്ക് നയിക്കണം? ജീവിതത്തിലേക്ക് നയിക്കണം. അത് പാലിക്കാനായി കൂടുതലും നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വചനം കേൾക്കുക. ഒരു വചനം തരാം. യാക്കോബ് 1:22. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമാകുക. എന്ന് വെച്ചാൽ വചനം വെറുതെ കേട്ടോണ്ടിരിക്കുന്നവരെ മാത്രം ബൈബിൾ വിളിക്കുന്ന പേരാണ് എന്താണ്? വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ആത്മവഞ്ചകർ. അത് അനുവർത്തിക്കാത്തവർ. അനുവർത്തിക്കുന്നവരല്ല, വചനം കേട്ടോണ്ടിരിക്കുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ജീവിതത്തിൽ വരുത്താൻ, മാറ്റങ്ങൾ വരുത്താൻ ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. അതെല്ലാം അതിൻ്റെ മുകളിൽ കൂടെ പോവാണ്, എവിടെയും തൊടാതെ പോവാണ്. അങ്ങനെയുള്ളവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ആത്മവഞ്ചകർ. അതിനാ സ്നേഹമുള്ളവരെ, ഒരു വചനം മതി, ഒരു ദിവസം ഒരു വചനം മതി. ഒരുപാട് വചനങ്ങൾ വേണ്ട, ഒരൊറ്റ വചനം. പക്ഷേ എനിക്കൊരു തീരുമാനവും നിശ്ചയം ഉണ്ടാവണം. അത് എന്നെ വെട്ടാൻ ഞാൻ വിട്ടുകൊടുക്കണം. എൻ്റെ ജീവിതത്തിൽ ആ വചനത്തിന് എൻ്റെ അഹങ്കാരത്തെ ആവാം, എൻ്റെ കോപത്തെ ആവാം, എൻ്റെ ആസക്തികളെ ആവാം, എൻ്റെ അലസതേനെ ആവാം, എൻ്റെ കുറ്റം പറച്ചിലിനെ ആവാം. എന്ത് ചെയ്യണം? ഈ വചനം ബന്ധിക്കണം, വചനം കെട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശോയോട് സ്നേഹമുണ്ടെന്ന് ഈശോയ്ക്ക് മനസ്സിലാകും. അതല്ല എത്ര ധ്യാനം കൂടിയാലും അല്ലേ, വചനം ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് ഈശോയോട് സ്നേഹമുണ്ടെന്ന് ഈശോയ്ക്ക് ഒരിക്കലും പിടികിട്ടത്തില്ല. കിട്ടിയെന്ന് വിചാരിക്കും. നമ്മൾ പിതാവ് പറഞ്ഞതിൻ്റെ തുടർച്ച എന്തുകൊണ്ടും ഈ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചു. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള കുറച്ച് സമയങ്ങൾ നമ്മൾ ശക്തമായ രീതിയിൽ ഈശോയെ നമുക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ആരാധിക്കുന്നതിനായിട്ട് ഒരുങ്ങാം. ഈശോ നമ്മളെ തൻ്റെ സാന്നിധ്യം നൽകി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.